എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അഭി ചെയ്ത ഓരോ തെറ്റും എണ്ണി എണ്ണി പറഞ്ഞ് നന്ദു നല്ല തല്ല് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിന്നെ കോടതി റിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 14 ദിവസം കഴിഞ്ഞ് നീ പുറലോകം കാണുകയുള്ളൂ. അത്രയും സമയം എനിക്ക് എൻ്റെ ദേഷ്യം പിടിച്ചു നിർത്താൻ സാധിക്കില്ല. അതുകൊണ്ട് എൻ്റെ കൈത്തരിപ്പ് തീരുന്നത് വരെ, എൻ്റെ ദേഷ്യം തീരുന്നത് വരെ ഞാൻ നിന്നെ എടുത്തിട്ട് തല്ലും എന്ന് പറഞ്ഞ് തന്നെയാണ് തല്ല് വെച്ച് കൊടുക്കുന്നത്. ഇടിച്ചൊരു പരുവാക്കി, പരുവാക്കി എന്ന് പറഞ്ഞാൽ തറയിലിട്ടിട്ടാണ് നന്ദു അവിടുന്ന് ഇറങ്ങി പോകുന്നത്. ഈ സമയം ഗോവിന്ദൻ്റെയും കനകയുടെ അടുത്തിരുന്ന് പരിഭവം പറയുവാണ് നവ്യ. അന്നേരം ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, അതുപോലെ കനകയും ചോദിക്കുന്നുണ്ട്, എന്തായിരുന്നു അഭിയുടെ സ്വഭാവം, എങ്ങനെയാണ് അവൻ നിന്നോട് ഇതിനു മുമ്പ് പെരുമാറിക്കൊണ്ടിരുന്നത് എന്നൊക്കെ നിനക്കറിയാലോ, പിന്നെ എന്തിനാണ് നീ ഇത്രയും വിഷമിക്കുന്നത്, അവൻ്റെ കയ്യിൽ കള്ളത്തരം ഉണ്ടെന്നും നിനക്കറിയാവുന്നതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ ഗോവിന്ദൻ പറയുന്നുണ്ട്, നീയും ആദർശം തമ്മിലുള്ള വിവാഹമായിരുന്നു നടക്കേണ്ടത്, അത് നടക്കാതിരിക്കാൻ വേണ്ടി അവൻ ചെയ്ത കാര്യങ്ങളൊക്കെ അറിയാവുന്നതല്ലേ, അതുകൊണ്ടല്ലേ നിനക്ക് അഭിയെ കല്യാണം കഴിക്കേണ്ടി വന്നത്. ആ കാര്യങ്ങളെല്ലാം അറിഞ്ഞു വെച്ചിട്ട് നീ ഇങ്ങനെ ഇവനെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട്, എൻ്റെ പ്രസവത്തിന് 2-3 മാസം മുമ്പ് അവൻ എന്നെ സ്നേഹിച്ചു തുടങ്ങിയതാണ്. അതിനുശേഷം ഇതുവരെ അവൻ എന്നോട് നീതികേട് കാണിച്ചിട്ടില്ല, ഒരുപാട് സ്നേഹത്തോടെയാണ് പെരുമാറിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് നയനയും ആദർശം വരുന്നത്. അദ്ദേഹം, ഓ വന്നോ, അമ്മ മൂത്ത മരുമോനെ വെള്ള പൂശിക്കൊണ്ടിരിക്കുമായിരുന്നു, ഇനിയിപ്പോൾ നേരിട്ട് ആകാലോ. ഏതായാലും ഞാൻ സ്റ്റേഷനിൽ പോയി കണ്ടു എൻ്റെ അനിയത്തി, അവൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു ജാമ്യം തരികേല എന്ന്. നിങ്ങൾക്കൊന്ന് വിളിച്ചു പറയാമായിരുന്നല്ലോ, നിങ്ങളത് ചെയ്തില്ല. ശരിക്കും എൻ്റെ അഭിയെ ജയിലിൽ കിടത്താൻ വേണ്ടി വിളിച്ചു പറഞ്ഞത് നിങ്ങൾ തന്നെയായിരിക്കും, അതുകൊണ്ടായിരിക്കും നന്ദു ഇതുപോലെയൊക്കെ പെരുമാറുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം നയന പറയുന്നുണ്ട്, ഞങ്ങളൊന്നും വിളിച്ചു പറഞ്ഞിട്ടില്ല, ആദർശേട്ടൻ അങ്ങനെ ചെയ്യുന്ന ആളുമല്ല, അവൻ തെറ്റ് ചെയ്തുകൊണ്ടാണ് അവൻ സ്റ്റേഷനിൽ ഇരിക്കേണ്ടി വരുന്നത്, അതിനുശേഷം ചിലപ്പോൾ ജയിലും പോകുമായിരിക്കും, അതിലൊന്നും ആദർശേട്ടന് പങ്കില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നവ്യ ചോദിക്കുന്നുണ്ട്, ഇയാൾ വലിയ കേമനാണോ, ഇയാൾ തെറ്റ് ചെയ്യാതെയാണോ ഈ ഇരിക്കുന്നത്, ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചവനല്ല ഇയാൾ, എന്നിട്ടാണ് എൻ്റെ അഭി ചെയ്ത തെറ്റിനെ പറ്റി ഇങ്ങനെ വലുതാക്കി പറയുന്നത്, നാണമില്ല ഇയാൾക്ക് എന്നൊക്കെ പറഞ്ഞ് ആദർശിനെ കുറേ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ട് കോട്ടെ നയനയ്ക്ക് ഒരു പ്രശ്നവുമില്ല, എന്ത് നന്മയുടെ പേരിലാണെന്ന് പറഞ്ഞാലും ഭർത്താവിനെ കുറ്റപ്പെടുത്തുമ്പം അതിനൊന്ന് എതിർക്കണ്ടേ. അതിനിടയ്ക്ക് നവ്യ ചോദിക്കുന്നുണ്ട്, നിനക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റുമോ നിൻ്റെ ആദർശേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന്, അത് നിന്നെക്കൊണ്ട് സാധിക്കില്ലല്ലോ എന്ന് പറയുമ്പം അങ്ങനെയെങ്കിലും പറയണമായിരുന്നു, എനിക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റുമെന്ന്, അങ്ങനെയെങ്കിലും നവ്യ ഒന്ന് ചിന്തിച്ചേനെ. ഏതായാലും അതൊന്നും പറയുന്നില്ല, ആദർശനെ പറയുന്ന ചീത്ത മൊത്തം കേട്ടുകൊണ്ട് നിൽക്കുകയാണ് 3 പേരും ചുറ്റിൽ. അന്നേരം ആദർശ് പറയുന്നുണ്ട്, നവ്യേ നീ രക്ഷപ്പെടാൻ വേണ്ടി എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല, അവൻ ചെയ്ത തെറ്റ് അത്രത്തോളം വലുതായതുകൊണ്ട് തന്നെയാണ് അവനിപ്പം സ്റ്റേഷനിൽ കിടക്കേണ്ടി വന്നത്, ജാമ്യം കിട്ടത്തുമില്ല, അതുപോലൊരു തെറ്റ് അവൻ ചെയ്തതെന്ന് പറയുമ്പോഴേക്കും ആയിക്കോട്ടെ, ഇനിയിപ്പം നിങ്ങളുടെ വായിലിരിക്കുന്ന ഉപദേശം കൂടെ കേൾക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല, എൻ്റെ അഭിയെ പുറത്തിറക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഏതായാലും നിങ്ങൾക്ക് എനിക്കൊരു കുഞ്ഞുണ്ട് എന്നെങ്കിലും ഓർക്കാമായിരുന്നു, അവൻ വലുതായി അവനെ സ്കൂളിലൊക്കെ ചേർക്കാറാകുമ്പം ഒരു ജയിൽ പുള്ളിയുടെ മകനാണ് എൻ്റെ കുഞ്ഞ് എന്ന് പറയുന്ന അവസ്ഥ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ലല്ലോ, നിങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടായി അതിനെ സ്കൂളിൽ ചേർക്കാൻ ചെല്ലുമ്പം ആരും നിൻ്റെ അച്ഛന് വേറെ ഭാര്യയുണ്ടോ അല്ലെങ്കിൽ വേറെ സ്ത്രീയിൽ കുഞ്ഞുണ്ടോ എന്നൊന്നും ചോദിക്കത്തില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറയും. എന്നിട്ട് അവിടുന്ന് ദേഷ്യപ്പെട്ട് അങ്ങ് ഇറങ്ങി പോവാണ്. അങ്ങനെ നവ്യ അങ്ങ് ഇറങ്ങിപ്പോയി കഴിയുമ്പോഴത്തേക്കും കനക ആദർശനോട് പറയുന്നുണ്ട്, അവൾ ഭയങ്കര ദേഷ്യത്തിലാണ് എന്ന്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, ദേഷ്യപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല, ഈ അറസ്റ്റ് ഒഴിവാക്കാൻ സാധിക്കില്ലായിരുന്നു, അവൻ അത്രയും വലിയ തെറ്റാണ് ചെയ്തത്, അവൻ കുടുംബത്തിന് മാത്രമല്ല സമൂഹത്തിനും ഒരു ബാധ്യതയായി തീർന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഇതുപോലെ തന്നെ മുന്നോട്ട് പോകാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ആദർശ് പറയുന്നുണ്ട്. അപ്പോഴും സെയിം എക്സ്പ്രഷനൊക്കെ ഇട്ട് നയന ഭയങ്കര വിഷമത്തിൽ ഇതൊക്കെ ഇങ്ങനെ സഹിച്ചങ്ങ് നിൽക്കുവാണ്. പിന്നെ കാണിക്കുന്നത് നവ്യയാണ്. നവ്യ നേരെ സ്റ്റേഷനിലോട്ട് ചെല്ലുന്നു. അവിടെ ചെന്ന് നന്ദുവിൻ്റെ റൂമിലേക്ക് ഇടിച്ച് കയറി ചെല്ലുന്നു. എന്നിട്ട് എൻ്റെ അഭിയെ ജാമ്യത്തിൽ വിടാൻ നിനക്ക് എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അവനെ അങ്ങനെ ജാമ്യത്തിൽ വിടാൻ പറ്റില്ല എന്ന് തന്നെ പറയുന്നു. അന്നേരവും നവ്യ അവിടെ നിന്ന് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, ആദർശിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്, അങ്ങേര് അത്രയും വലിയ തെറ്റ് ചെയ്തില്ലേ, നിൻ്റെ ആദർശ പുരുഷനല്ലായിരുന്നു, എന്നിട്ട് നീ എന്തെങ്കിലും ചെയ്തോ എന്നൊക്കെ ചോദിച്ച് കുറേ പറയുമ്പം നന്ദു പറയുന്നുണ്ട്, ചേച്ചി വീട്ടിൽ സംസാരിക്കുന്ന രീതിയിൽ ഇവിടെ സംസാരിക്കരുത്, അത് ഞാൻ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുകയല്ല എന്ന് പറയുമ്പം നീ കേട്ടുകൊണ്ടിരിക്കേണ്ട, നീ ഒരു കാര്യം ചെയ്യുക, എന്നെയും കൂടെ അറസ്റ്റ് ചെയ്ത് അബിയുടെ കൂടെ ലോക്കപ്പിലിടുക, അന്നേരം നിനക്ക് സമാധാനം ആവുമല്ലോ എന്നൊക്കെ പറയും. അന്നേരം നന്ദു പറയുന്നുണ്ട്, ചേച്ചി എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അവനെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ സാധിക്കില്ല, അവൻ ചെയ്ത തെറ്റിൻ്റെ ആഴം എന്താണ് എന്ന് ചേച്ചിക്ക് അറിയത്തില്ല, എല്ലാം അറിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്, അവൻ ചെയ്ത തെറ്റെല്ലാം കൂടി ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോക്കപ്പിൽ കയറി ചേച്ചി അവനെ തല്ലുമെന്ന് പറയും. അന്നേരം നവ്യ പറയുന്നുണ്ട്,
പറയുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും തുറന്ന് പറയാനുണ്ടെങ്കിൽ ഇങ്ങ് തുറന്ന് പറയടി, അത് മിണ്ടാതിരുന്നിട്ട് എന്നോട് ഈ രീതിയിൽ സംസാരിക്കുകയല്ല ചെയ്യേണ്ടത് എന്ന് പറയും. എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട്, ഈ പോക്ക് പോകാനാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു അനീതി ഇല്ല എന്ന് എനിക്ക് ചിന്തിക്കേണ്ടി വരും. ഇനി നീ എന്നെ ചേച്ചീന്ന് വിളിച്ചുകൊണ്ട് എൻ്റെ അടുത്തോട്ട് വരികയും വേണ്ട എന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട്, അല്ലെങ്കിലും ഒരിക്കലും എൻ്റെ ചേച്ചിയായിട്ട് നവ്യേച്ചി എൻ്റെ കൂടെ നിന്നിട്ടില്ല. എനിക്ക് ഒരേ ഒരു ചേച്ചി ഉണ്ടായിട്ടുള്ളൂ, അത് നയനേച്ചിയാണ്. പിന്നെ ഇടയ്ക്ക് എപ്പോഴോ ചേച്ചിയുടെ സ്വഭാവം മാറിയപ്പം ഒരു ചേച്ചിയുടെ രീതിയിൽ എന്നോട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തപ്പം ഞാൻ അതൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇനിയും പഴയതുപോലെ വഴക്കുണ്ടാക്കാനാണ് ചേച്ചിയുടെ ഉദ്ദേശമെങ്കിൽ ആയിക്കോ, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ, അതേടി ഇനി നീ എൻ്റെ ശത്രുപക്ഷത്താണ് എന്ന് പറഞ്ഞിട്ടാണ് നവ്യ അവിടുന്ന് എങ്ങ് ഇറങ്ങി പോകുന്നത്. അതിനു മുമ്പ് ചോദിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് എൻ്റെ അഭിയെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന്. അന്നേരം ആ ചോദ്യം ചെയ്യലൊക്കെ കഴിഞ്ഞു, അവൻ ലോക്കപ്പിൽ കിടപ്പുണ്ട്, പോയി കിടന്നോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നേരെ ലോക്കപ്പിൻ്റെ അങ്ങോട്ട് ചെല്ലുവാണ്. നവ്യ ലോക്കപ്പിൻ്റെ അങ്ങോട്ട് ചെല്ലുമ്പം ഇടിയൊക്കെ കിട്ടി ഒരു പരുവായിട്ട് തറയിൽ കിടന്ന് ഉറങ്ങുന്ന അഭിയാണ് കാണുന്നത്. ആകെ സങ്കടപ്പെട്ട അഭി എന്ന് വിളിക്കും. എന്തെങ്കിലും അഭി എഴുന്നേറ്റ് വന്നിട്ട് പറയുന്നുണ്ട്, എന്നെ ഒരുപാട് തല്ലി, എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റുന്നില്ല. അവളുടെ വൈരാഗ്യവും ദേഷ്യവും മൊത്തം തീർക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ, നന്ദു ആണോ നിന്നെ തല്ലിയത് എന്ന് ചോദിക്കും. അതെ എന്ന് പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട്, ഞാൻ കരുതിയത് അവൾ നിന്നെ തല്ലില്ല എന്നാണ്, മറ്റു പോലീസുകാരെ കൊണ്ട് തല്ലിക്കുള്ളൂ എന്ന് കരുതി, പക്ഷെ അവൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് പറയുമ്പം അഭി പറയുന്നുണ്ട്, അവൾ രണ്ടും കൽപ്പിച്ചാണ്. ഇതിനെല്ലാം പുറകിൽ നയനയാണ്. ആദർശിനെ പോലെ തന്നെ സമൂഹത്തിൽ എന്നെയും കൊള്ളരുതാത്തവനാക്കാൻ വേണ്ടി അവർ മനഃപൂർവ്വം ചെയ്യുന്നതാണ്. നയനയാണ് ഇതെല്ലാം പറഞ്ഞ് നന്ദുവിനെ കൊണ്ട് അത് ചെയ്യിക്കുന്നത് എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട്, എനിക്കും അങ്ങനെ തോന്നിയെന്ന്. എന്നിട്ട് അഭി പറയുവാണ്, നീ ഒന്ന് ഓർത്ത് നോക്കിയേ, ഇപ്പം തന്നെ നമുക്ക് ആ വീട്ടിലൊരു വിലയില്ല, നമ്മുടെ കുഞ്ഞിന് പോലും ആരും ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇനി നയനയ്ക്കൊരു കുഞ്ഞുകൂടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അവിടെ ഒരു വിലയില്ലാതെയാകും. അതുകൊണ്ട് നോക്കിയും കണ്ടും ജീവിച്ചില്ലെങ്കിൽ ഒരു പുല്ലിൻ്റെ വില പോലും ആരും നമുക്ക് തരികയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം നവ്യ പറയുന്നുണ്ട്, എനിക്ക് ഇതിനു മുമ്പ് പലപ്പോഴും നിൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ പറയുമ്പം വിശ്വാസമില്ലായിരുന്നു, ഇപ്പോഴാണ് എനിക്കെല്ലാം മനസ്സിലായത്. ഏതായാലും എൻ്റെ അനിയത്തി ഇത്രയും ദ്രോഹം ചെയ്ത് സ്ഥിതിക്ക് ഇനി അവളാണ് എൻ്റെ നമ്പർ 1 ശത്രു എന്ന് പറയുമ്പം അഭി പറയുവാണ്, വീട്ടിൽ വേറൊരുത്തനുണ്ടല്ലോ അനി, അവനും ഇങ്ങനെയൊക്കെ തന്നെയാണ്, അവനെ വിവാഹം കഴിച്ച് നന്ദു അങ്ങോട്ട് വരാൻ ഒരിക്കലും അനുവദിക്കരുതെന്ന് പറയുമ്പം, ഇല്ല അങ്ങനെ ഒരു കാര്യം ഇനി നടക്കാൻ പോകുന്നില്ല, ഞാൻ ജീവിച്ചിരിക്കുമ്പം ഇനി നന്ദു ആ വീട്ടിലോട്ട് വരില്ല, അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യും. അവിടെ വേറൊരുത്തി ഉണ്ടായിരുന്നല്ലോ അനാമിക, അവൾ ഏതായാലും ഇറങ്ങിപ്പോയി, അവൾ ആ വീടിനോട് ചെയ്തിരുന്ന ദ്രോഹത്തിൻ്റെ അപ്പുറം ഞാനിനി ചെയ്യും, ഒളിഞ്ഞും തെളിഞ്ഞും എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്യും അഭി എന്നൊക്കെ പറഞ്ഞ് വാശിയോട് കൂടിയാണ് നവ്യ പിന്നെ അവിടുന്ന് പോകുന്നത്. ഇനി നന്ദുവിനെ തകർക്കുക എന്നുള്ളതാണ് നവ്യയുടെ ലക്ഷ്യം എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഇത്രയും പറഞ്ഞിട്ട് നവ്യ അങ്ങ് പോയി കഴിയുമ്പം അഭി മനസ്സിൽ ഓർക്കുവാണ്, ആ ചന്തുമോളുടെ രക്തം എൻ്റേതാണ് എന്ന് തിരിച്ചറിയുന്ന നിമിഷം ഇവളും മാറും എന്ന് പറഞ്ഞിങ്ങനെ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ നിൽക്കുവാണ് അഭി. പിന്നീട് അനന്തപുരിയാണ് കാണിക്കുന്നത്. അവിടെ എല്ലാവരോടും ഇരുന്ന് സംസാരിക്കുമ്പോൾ ജാനകി പറയുന്നുണ്ട്, എനിക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലായി, എൻ്റെ മരുമകളുടെ സ്വഭാവം അവളുടെ വീട്ടുകാരുടെ കാര്യങ്ങളും എല്ലാം എനിക്കിപ്പം നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അവർക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത് ഈ പരുവത്തിന് എത്തിച്ചത് അഭിയാണെന്ന് വരെ ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് ഇനി ഒരിക്കലും അവനെ സപ്പോർട്ട് ചെയ്യാൻ എന്നെ കിട്ടില്ല എന്ന് പറയുമ്പം ജലജ പറയുന്നുണ്ട്, അല്ലെങ്കിലും നീ ഒന്നും ഇനി സപ്പോർട്ട് ചെയ്യേണ്ട, നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാണ് എന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ അഭി മാത്രമേ ഈ വീട്ടിൽ തെറ്റ് ചെയ്തിട്ടുള്ളൂ, അതിനേക്കാൾ തെറ്റ് ചെയ്തവർ ഈ വീട്ടിലില്ലേ എന്നൊക്കെ ചോദിക്കുക. എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, നീ നിൻ്റെ മോൻ്റെ കാര്യം പറഞ്ഞാൽ മതി, ബാക്കിയുള്ളവരുടെ കാര്യം പറയണ്ട എന്ന്. എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, അവൻ ഈ കുടുംബത്തിലുള്ളവരെ കഷ്ടപ്പെടുത്തിയതുപോലെ വേറെ ആരും കഷ്ടപ്പെടുത്തിയിട്ടില്ല, വേറെ 2 കൊച്ചുമക്കളുണ്ട്, അവർ ഈ രീതിയിലൊന്നും പെരുമാറുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മുത്തശ്ശി അഭിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴേക്കും അവിടെ അങ്ങോട്ടേക്ക് കൊടുങ്കാറ്റ് പോലെ വരുന്നുണ്ട് നവ്യ. എന്നിട്ട് പറയുവാണ്, എല്ലാവരും പോയി കാണാം, എല്ലാവർക്കും സന്തോഷമാവുമല്ലോ, എൻ്റെ അഭിയനെ ഇടിച്ച് ചതച്ച് അവിടെ ഇട്ടിട്ടുണ്ട് എൻ്റെ അനീതി എന്ന് പറയുന്ന ഒരുത്തി. ഏതായാലും ഇതൊന്നും ഞാൻ വെറുതെ വിടുമെന്ന് ആരും കരുതണ്ട, എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അവൻ ചെയ്ത തെറ്റ് ചെറുതല്ല എന്ന് മോൾക്കറിയാലോ, പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കും. അതുപോലെ ദേവയാനി പറയുന്നുണ്ട്, അവൻ മൂർത്തി ജ്വല്ലറിയുടെ പേരിലാണ് ആ കള്ളക്കടത്ത് സ്വർണം വിറ്റത്, അത് ഓൺലൈൻ മീഡിയയിലൊക്കെ ഇപ്പം തന്നെ വന്നിട്ടുണ്ട്, നാളെ പത്രത്തിലും വരും, അത് കമ്പനിക്ക് വലിയ ഒരു നാണക്കേടാണ് എന്നൊക്കെ പറയും. അന്നേരം ജലജൻ ചോദിക്കുന്നുണ്ട്, ഈ കാണിച്ചതെല്ലാം അഭി ചെയ്തതെല്ലാം തെറ്റല്ലേ മോളെ, അതിനെ ന്യായീകരിക്കാൻ പറ്റുമെന്ന്. അന്നേരം അതെ, അഭി ചെയ്തത് തെറ്റാ, അതിനേക്കാൾ തെറ്റ് ചെയ്തവരുണ്ട് ഇവിടെ ഉണ്ട്, അന്ന് ആരും ഇതൊന്നും പറയുന്നത് കേട്ടില്ല, ന്യായീകരിക്കാൻ മാത്രമേ എല്ലാവർക്കും അറിയത്തുള്ളായിരുന്നു. ഏതായാലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ അനീതി എന്ന് പറയുന്ന ഒരുത്തിയെ ഇങ്ങോട്ട് കയറ്റിക്കൊണ്ട് വരില്ല എന്ന് അമ്മായി പറഞ്ഞല്ലോ, അതിന് ഇനി അമ്മായിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടായാലും ശരി, അവളെ ഈ വീടിനകത്ത് ഞാൻ കയറ്റിയല്ല, വിവാഹം കഴിച്ച എന്ന് മാത്രമല്ല അല്ലാതെ പോലും ഈ വീടിൻ്റെ പടി ചവിട്ടാൻ ഞാൻ അവളെ അനുവദിക്കില്ല
സമ്മതിക്കില്ല, നോക്കിക്കോ എന്നൊക്കെ നവ്യ പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് പോവാണ്. അതിനു മുമ്പ് പറയുന്നുണ്ട് കേട്ടോ, ഞങ്ങൾ ഏതായാലും അന്യരാണ് എന്ന് നിങ്ങളുടെ പെരുമാറ്റത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. വളരെ വിഷമിച്ച് ഞാൻ ഇങ്ങോട്ട് വന്നപ്പം എന്നെ ഒന്ന് ആശ്വസിപ്പിക്കുന്നതിന് പകരം നിങ്ങൾ ഈ രീതിയിലല്ലേ സംസാരിച്ചത്. അതുകൊണ്ട് അന്യരായി തന്നെ നിൽക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നവ്യ അങ്ങോട്ട് പോകുന്നത്. കൂടെ ദേഷ്യപ്പെട്ട് സങ്കടപ്പെട്ട് ജലജയും അങ്ങോട്ട് പോകും. പോയി കഴിയുമ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ദേവയാനിയോട്, ഇതിനൊക്കെ ഇനി എന്നാ മോളെ ഒരു മാറ്റം വരുന്നതെന്ന്. അന്നേരം എനിക്കറിയത്തില്ല മാമ ഒന്ന് ഓർത്ത് നോക്കി, ആ അനഘയെ പോലും അഭി കൊല്ലാൻ നോക്കി, ഇപ്പം ആ കൊച്ച് ഹോസ്പിറ്റലാണ് എന്ന് പറയും. അന്നേരം ജാനകി ചോദിക്കും, ആഹാ അങ്ങനെയൊക്കെ സംഭവം നടന്നോ, അവൻ എന്തിനാണ് അനഘയെ കൊല്ലാൻ നോക്കിയത് എന്ന് ചോദിക്കും. അന്നേരമെങ്കിലും ഇവർക്ക് ജാനകിയുടെ ആ കാര്യം പറയാലോ. അതിന് പകരം ദേവയാനി പറയുവാണ്, ഇനിയിപ്പോൾ അനഘ അസുഖമൊക്കെ മാറി വന്ന് എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാലോ എന്നോർത്തായിരിക്കും അവൻ കൊല്ലാൻ നോക്കിയത് എന്നിങ്ങനെ പറയുക. അന്നേരം ജാനകി പറയുന്നുണ്ട്, ഏതായാലും ആദർശിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തെറ്റുണ്ടാകാൻ പാടില്ലായിരുന്നു. അങ്ങനെ ഒരു തെറ്റുണ്ടായതുകൊണ്ടാണ് ഇപ്പം നവ്യയുടെ മുമ്പിലും ജലജയുടെ മുമ്പിലും ഒക്കെ നമുക്ക് മിണ്ടാതെ നിന്ന് അവർ പറയുന്നത് കേൾക്കേണ്ടി വരുന്നത് എന്ന് പറയുക. അന്നേരം ഇതുങ്ങളുടെ വാ തുറന്ന് ഒരു അക്ഷരം മിണ്ടുന്നില്ല കേട്ടോ, ഒരേ എക്സ്പ്രഷൻ ഇട്ട് ഒന്നും മിണ്ടാതെ അവിടെ നിൽപ്പുണ്ട്. ഈ ജാനകിയോടും ജലജയോടും പറയാലോ, നവ്യയോടല്ലേ പറയാൻ മേലാത്തുള്ളൂ. പിന്നെ കാണിക്കുന്നത് നന്ദുവിനെ തന്നെയാണ്. ജലജ ഏതായാലും ജാമ്യം എടുക്കാൻ വേണ്ടി, അബിക്ക് ജാമ്യം എടുക്കാൻ വേണ്ടി ഒരു വക്കീലുമായിട്ട് അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. സംസാരിക്കുമ്പം ജാമ്യം കൊടുക്കാൻ പറ്റില്ല എന്ന് തന്നെ നന്ദു പറയും. കുറേ നിയമവശങ്ങളൊക്കെ പറയുമ്പം വക്കീൽ എന്നെ നിയമം പഠിപ്പിക്കാൻ വരണ്ട എന്ന് പറയുവാണ്. അന്നേരം നന്ദു പറയുന്നുണ്ട്, ഞാൻ നിയമം പഠിപ്പിക്കാനൊന്നും വന്നതല്ല, കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഏതായാലും അവനെപ്പോലെ ഒരു കള്ളക്കടത്തിൻ്റെ കണ്ണിയായ ഒരാളെ ജാമ്യം തന്ന് പുറത്തു വിടാൻ അനുവദിക്കില്ല. അങ്ങനെ അവൻ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ കേസ് അന്വേഷണത്തിനെ ബാധിക്കും, അതുകൊണ്ട് പറ്റത്തില്ല എന്ന് തന്നെ പറയുന്നു. അന്തേക്കും ജലജ, നീ എൻ്റെ മോനോട് വൈരാഗ്യം തീർക്കുമല്ലേ എന്നുള്ള രീതിയിൽ സംസാരിക്കും. അങ്ങനെ നന്ദു പറയുന്നുണ്ട്, ഇത് വീടല്ല പോലീസ് സ്റ്റേഷനാണ്, ആ രീതിയിൽ ഞാനിരിക്കുന്ന കസാരയെ ബഹുമാനിച്ച് സംസാരിച്ചോണം എന്ന് പറയുമ്പോൾ, എന്നാൽ ഞാൻ സാറേ എന്ന് വിളിക്കാമെന്ന് പറയും. അന്നേരം സാറേന്നും മേഡെന്നൊന്നും വിളിക്കേണ്ട, പറയുന്ന ഭാഷ നന്നായി ഇരുന്നാൽ മതി, അല്ലെങ്കിൽ തൂക്കിയെടുത്ത് ഞാൻ അകത്തിടും എന്ന് പറയുമ്പോൾ, എങ്കിൽ നീ അങ്ങ് അകത്തിടടി, എൻ്റെ മോൻ്റെ കൂടെ ഞാൻ അകത്ത് കിടന്നോളാം എന്ന് പറയുവാണ്. അന്നേരം നന്ദു പറയുന്നുണ്ട്, നിങ്ങൾ എന്താണെന്നും നിങ്ങളുടെ മകൻ എന്താണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം, നിങ്ങൾ അകത്തിടേണ്ട സൈസ് തന്നെയാണെന്ന് എനിക്കറിയാം, കാരണം ആ മകനെ ഈ രീതിയിലാക്കിയത് നിങ്ങളാണല്ലോ എന്ന് പറഞ്ഞ് നന്ദു കുറേ പറയുന്നുണ്ട്. എല്ലാം കേട്ടിട്ട് തിരിച്ചു പറയാനൊന്നുമില്ലാതെ ആകെ വിഷമിച്ചിരിക്കുന്ന ജലജയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കും.